ഭയമില്ലാത്ത ഒരാൾ വേട്ടക്കാരനെ പോലും തെറ്റിദ്ധരിപ്പിക്കാം. പക്ഷേ ആ കളിയിൽ ആരാണ് കുടുങ്ങുന്നതെന്നത് അവസാനം മാത്രമേ മനസ്സിലാകൂ. വെൽക്കം ടു അവർ സ്റ്റോറി. ഇരുട്ടിൻ്റെ പ്രണയം, എപ്പിസോഡ് 4. മാൻഷനിൽ വീണ്ടും നിശബ്ദത വീണു. പക്ഷേ അത് സമാധാനത്തിൻ്റെ അല്ലായിരുന്നു. അതൊരു പോരാട്ടത്തിൻ്റെ മുന്നറിയിപ്പ് പോലെ തോന്നിച്ചു. വിഹാൻ പോയ ദിശയിലേക്ക് നോക്കി അഥർവ് ഇപ്പോഴും അവിടെ തന്നെ ഇരുന്നു. അവൻ്റെ മനസ്സിൽ ഒരു വാക്ക് മാത്രം വീണ്ടും വീണ്ടും മുഴങ്ങി: ഇനി മുതൽ നീ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അവൻ കണ്ണുകളടച്ചു. ഇതുവരെ ആരും ഇങ്ങനെ അവനെ ചോദ്യം ചെയ്തിട്ടില്ല. ഇത്ര അടുത്ത് വന്ന് അവനെ കൺഫ്യൂസ് ചെയ്തിട്ടില്ല. വിഹാൻ. അവൻ ശാന്തമായി ആ പേര് ചൊല്ലി. ആ പേരിൽ തന്നെ ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു. വിഹാൻ തൻ്റെ മുറിയിലെത്തി വാതിലടച്ചു. അവൻ കുറച്ചു നിമിഷം അതിൽ ചാരി നിന്നു. ഹൃദയം വേഗത്തിലിടിച്ചു. പക്ഷെ അത് ഭയമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമാണോ എന്ന് അവന് പോലും മനസ്സിലായില്ല. ഞാൻ എന്താണ് ചെയ്യുന്നത്? അവൻ സ്വയം ചോദിച്ചു. അഥർവ് അപകടകാരിയാണ്, പക്ഷേ അതേസമയം അവൻ്റെ കണ്ണുകളിൽ നിന്ന് മാറാൻ അവന് കഴിയുന്നില്ല. അടുത്ത ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ വിഹാൻ ശാന്തമായി ഇരിക്കുകയായിരുന്നു. പുറത്തുനിന്ന് നോക്കിയാൽ എല്ലാം സാധാരണ പോലെ. പക്ഷേ അകത്ത് എന്തോ മാറിക്കഴിഞ്ഞിരുന്നു. അവിടേക്കാണ് അഥർവ് വന്നത്. അവൻ്റെ ഓരോ ചുവടും മുറിയിലെ വായുവിനെ ഭാരം പിടിപ്പിച്ചു. അവൻ നേരെ വിഹാൻ്റെ മുന്നിലിരുന്നു. ഒരു നിമിഷം ഇരുവരും ഒന്നും പറഞ്ഞില്ല. പിന്നെ അഥർവ് ശബ്ദം കുറച്ച് ചോദിച്ചു: നീ ഇന്നലെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം വേണമായിരുന്നില്ലേ? വിഹാൻ തലയുയർത്തി അവനെ നോക്കി. കിട്ടിയോ? അവൻ ശാന്തമായി ചോദിച്ചു. അഥർവ് അല്പം മുന്നോട്ട് ചാഞ്ഞു. ഞാൻ വേട്ടക്കാരനാണ്, പക്ഷേ... അവൻ കുറച്ചുകൂടി അടുത്തു. നിനക്കായി ഞാൻ നിയമങ്ങൾ മാറ്റും. ആ വാക്കുകൾ കേട്ടപ്പോൾ വിഹാൻ്റെ ഹൃദയം ഒരു നിമിഷം നിശ്ചലമായി. അവൻ അത് പുറത്തു കാണിച്ചില്ല. നിയമങ്ങൾ മാറ്റുന്ന വേട്ടക്കാരൻ? വിഹാൻ മന്ദമായി പറഞ്ഞു. അത് വേട്ടക്കാരനല്ല, ഒരു ചെറിയ ഇടവേള. അത് സാധാരണ ഒരാളാണ്. അവൻ പറഞ്ഞത് കേട്ട് അഥർവ് നിശബ്ദനായി. ആ വാക്കുകൾ അവനെ തട്ടിയതുപോലെ. പിന്നെ പെട്ടെന്ന് അവൻ എഴുന്നേറ്റു. വിഹാൻ്റെ കൈ പിടിച്ചു. ഇപ്രാവശ്യം അതിൽ കോപമില്ലായിരുന്നു, പകരം ഒരു ശക്തമായ പിടുത്തം മാത്രം. നീ എന്നെ പരീക്ഷിക്കുകയാണ്, അവൻ താഴ്ന്ന ശബ്ദത്തിൽ പറഞ്ഞു. വിഹാൻ ചെറിയൊരു പുഞ്ചിരി ചിരിച്ചു. നീ തന്നെയല്ലേ പറഞ്ഞത് ഈ കളി അപകടകരമാണെന്ന്? അഥർവ് അവനെ അടുത്തേക്ക് വലിച്ചു. വിഹാൻ്റെ ശ്വാസം പതുക്കെ കനം കൂടി. അപ്പോൾ കേട്ടോ? അഥർവ് അവൻ്റെ ചെവിക്ക് സമീപം പറഞ്ഞു. ഈ കളിയിൽ തോൽക്കുന്നത് നീ ആയിരിക്കില്ല. ഒരു നിമിഷം നിശബ്ദത. കാരണം ഞാൻ നിന്നെ തോൽപ്പിക്കാൻ പോകുന്നില്ല. വിഹാൻ അവനെ നോക്കി. അവൻ്റെ കണ്ണുകളിൽ ഒരു ചെറിയ മാറ്റം. അഥർവ് മന്ദമായി പറഞ്ഞു. ഞാൻ നിന്നെ സ്വന്തമാക്കാൻ പോകുന്നു. ആ വാക്കുകൾ കേട്ടപ്പോൾ വിഹാൻ ആദ്യമായി ഒന്നും പറഞ്ഞില്ല. പക്ഷേ അവൻ പിന്നോട്ട് പോയില്ല. ഒരു നിമിഷം കഴിഞ്ഞ് അവൻ ശാന്തമായി പറഞ്ഞു. അത് നീ കരുതുന്നത് പോലെ എളുപ്പമല്ല. മുറിയിൽ വീണ്ടും നിശബ്ദത വീണു. പക്ഷേ ഈ പ്രാവശ്യം അത് രണ്ട് ഹൃദയങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൻ്റെ തുടക്കമായിരുന്നു.